തൃക്കാക്കരയും കെ സ്മാർട്ടായി. തൃക്കാക്കരയിലെ ശ്മശാനം നടത്തിപ്പുകാരി സെലീനയിൽ നിന്ന് ആദ്യ തുക സ്വീകരിച്ചുകൊണ്ടാണ് കെ സ്മാർട്ട് തൃക്കാക്കരയിലും തുടങ്ങിയത്. അങ്ങനെ ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം തൃക്കാക്കരയും കെ സ്മാർട്ടിലേക്ക് മാറി. ഞങ്ങളുടെ ആദ്യത്തെ റെസിപ്റ്റ് ഇന്ന് കൊടുത്തത് തൃക്കാക്കര നഗരസഭയുടെ പൊതു ശ്മശാനം നടത്തിപ്പുകാരിയായ സെലീന ചേച്ചിക്ക്. നമ്മൾ ഒരു ബോഡി അവിടെ സംസ്കരിക്കുമ്പം അതിൻ്റെ ഒരു വീതം ഷെയർ ഇവിടെ അടക്കണം. അപ്പോൾ ആ ഷെയർ ഇന്ന് അടച്ചുകൊണ്ട് അതിൻ്റെ ബില്ലാണ് ആദ്യം തന്നെ കൊടുത്തത്. നമ്മൾ എല്ലാവർക്കും ഇനി മുനിസിപ്പാലിറ്റിയിൽ കയറി ഇറങ്ങി അങ്ങനെയുള്ളൊരു പരാതികളെല്ലാം ഇന്നത്തോടുകൂടി പരിഹരിക്കുകയാണ്. കെ സ്മാർട്ട് ഇത് തുടക്കമാണ്. തൃക്കാക്കര മാത്രമല്ല, നമ്മുടെ കേരള ഒട്ടുക്ക് തുടക്കമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് ആദ്യം പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും പരാതികളോ അറിവില്ലായ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ സഹായിച്ചു കൊടുക്കും. നമ്മുടെ സ്റ്റാഫുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ കുറച്ച് പേർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി സഹായിക്കണമെങ്കിൽ ഗവൺമെൻറ് നമുക്കൊരു 10 ആളുകളെ വീതം സ്റ്റാഫിനെ ഓരോ മുനിസിപ്പാലിറ്റിയിലും തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി നമ്മുടെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ ഈ ഒരു മാസം കൊണ്ട് തന്നെ പഠിച്ച് നല്ല കെ സ്മാർട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് വീട്ടിലിരുന്നും കാര്യങ്ങൾ നടത്താം. നമുക്ക് ഓൺലൈൻ വഴി അല്ലെങ്കിൽ അക്ഷയ വഴിയെല്ലാം നമ്മുടെ കാര്യങ്ങൾ നിമിഷങ്ങൾക്കകം തന്നെ റെസിപ്റ്റും അതുപോലെ തന്നെ കരമടക്കണ റെസിപ്റ്റ് ആയാലും പരാതികളായാലും അപേക്ഷകളായാലും പെർമിറ്റുകളായാലും എല്ലാം ഇനി നമ്മൾക്ക് ഒരു വിരൽത്തുമ്പിൽ കെ സ്മാർട്ടായിട്ട് തന്നെ തൃക്കാക്കരയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ വളരെ കുറയ്ക്കാനും നമ്മുടെ ദിവസം കയറി ഇറങ്ങുന്നുള്ള ആ സമയ ലാഭത്തിനും എല്ലാം നമ്മുടെ കെ സ്മാർട്ട് ഉപകരിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ തൃക്കാക്കരയും കെ സ്മാർട്ടിലേക്ക് തന്നെ വന്നു. നമ്മുടെ കേരളം സ്മാർട്ടാകുന്നത് പോലെ തന്നെ തൃക്കാക്കരയും ഇനി മുതൽ സ്മാർട്ടാവുകയാണ്.